എനിക്കൊരു ചായ പോലും തരാതെ അവള് ഫാഷൻ ഷോയ്ക്ക് പോവാതല്ലേ. ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഒരാളെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് കുത്തി എണീപ്പിച്ച് കൊണ്ടുപോവാണ്. ഇന്നാണ് നമ്മുടെ ഫാഷൻ ഷോ കേട്ടോ. ഇന്ന് നമ്മൾ റാംവാക്ക് ഒക്കെ ചെയ്യുന്ന തൊടുപുഴയുള്ള തെരേസ ബൊട്ടിക്കിൽ ഇന്നൊരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ഈവനിങ് ആണ് പരിപാടി. നമ്മൾ രാവിലെ ചെന്നിട്ട് കുറച്ചധികം പരിപാടികളുണ്ട്. സാത്തിക് 2023 എന്നാണ് ഈ ഷോയുടെ പേര്. അപ്പോൾ എന്താണ് എൻ്റെ റാംവാക്കൊക്കെ കാണാം. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ? വരുമോ? വീട്ടിൽ കാണുന്നതൊക്കെ തന്നെയല്ലേ. അത് കൊള്ളാം. ഭർത്താക്കന്മാർക്കൊന്നും ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല കേട്ടോ ഭാര്യമാരുടെ ഷോ കാണാനായിട്ട്. മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യാം? എന്തായാലും പറയാണ്ടോ? അതായിരിക്കും നല്ലത്. രാവിലെ മൂഡ് കളയണ്ടാവുന്നല്ലേ. രാവിലെ എനിക്കൊരു ചായ പോലും തരാതെ അവള് ഫാഷൻ ഷോയ്ക്ക് പോവാതല്ലേ. എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഭർത്താക്കന്മാർക്ക്, അല്ലേ? ഒരു കാപ്പിയൊക്കെ തന്നെ ഇട്ടെന്ന് ഓർത്തോ ഒരു കുറവും വരാനില്ല കേട്ടോ. അപ്പൊ എന്നാണേലും വൈകുന്നേരം എത്തിയേക്കണം കേട്ടോ. എന്റെ റാംവാക്ക് കാണാനായിട്ട് ഇത് ഇടിച്ച് ഞാൻ സൂപ്പാക്കി കേട്ടോ. പറഞ്ഞു കേട്ടോ. അങ്ങനെ പറയരുത്. എന്റെ റാംവാക്ക് കണ്ടിട്ടേ പോകാവൂ. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ടൈം എന്ന് പറയുന്നത് പ്രാക്ടീസ് സെഷനായിരുന്നു. എല്ലാവരും പല പ്രാവശ്യം റാമ്പിക്കൂടെ നടന്നു നോക്കി, ഹീൽസ് ഇട്ടും ഇടാതെയൊക്കെ നടന്നു നോക്കി. കാരണം ഈ കൂട്ടത്തിൽ ഒരുപാട് ഹീൽസ് ഇട്ട് പരിചയമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. സോ റാമ്പിൽ നമ്മൾ ആ ഒരു ഫുട്വെയറുമായിട്ട് പരിചയപ്പെട്ട് വരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഞാൻ ഹീൽസ് യൂസ് ചെയ്യാറുണ്ട് ഫോട്ടോഷൂട്ടിനും മറ്റുമൊക്കെ. പക്ഷേ ഇത്രയും ഹീൽസ് ഇട്ട് ഞാൻ റാംവാക്ക് ചെയ്യുന്നത് ഫസ്റ്റാണ്. ഇപ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്ത ഫുട്വെയർ കുറച്ചധികം ഹീൽസ് ഉള്ളതായിരുന്നു. സോ നമ്മൾ നടന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറങ്ങിയടിച്ച് വീഴാതെയൊക്കെ നോക്കണ്ടേ ഗൈസ്. കറങ്ങിയടിച്ച് വീണാൽ ഭയങ്കര ഇതല്ലേ, സീനല്ലേ. സോ നമ്മൾ പല പ്രാവശ്യം നടന്ന് ഞങ്ങളെല്ലാവരും 3-4 ഗ്രൂപ്പുണ്ട്. എല്ലാവരും നല്ല കോൺഫിഡൻസോടു കൂടിയാണ് റാമ്പിൽ കയറിയത്. നല്ലൊരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര രസമായിരുന്നു. ഹായ്, അപ്പോൾ നമ്മുടെ ഷോ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എല്ലാവരും മേക്കപ്പിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാവരും മോഡൽസ്. ജസ്റ്റ് ഒരു ഹായ് തരാമോ? അപ്പോൾ ഈ ഒരു റാംവാക്ക് ഫുള്ള് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആതിര ജോജോ ആണ്. ഇതാണ് ആതിര ജോജോ. അപ്പോൾ ഇതാണ് നമ്മുടെ അനൂമ, തെരേസ ബൊട്ടിക്കിൻ്റെ ഓണർ. റിയലി എക്സൈറ്റഡ് അബൌട്ട് ദ ഷോ. എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറിയ ഓണമാണ് ഇപ്പോൾ തെരേസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു ചെറിയ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലാണ്. ട്രഡീഷണൽ ഹാൻഡ്ലൂമിൽ ഈ പ്രാവശ്യത്തെ ഷോ കേസിങ് കുറവാണ്. പക്ഷേ വി ഹാവ് ഗിവൻ ഇറ്റ് എ ഡിഫറെൻറ്റ് ഫീൽ. അത് നിങ്ങൾക്ക് ഈ ഷോ ലൈവ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. And that too we have much more awaiting for you all in the store. അതന്നെ തകർക്കുന്നു നമ്മളെല്ലാവരും കൂടെ. നമ്മുടെ മേക്കപ്പ് ടീം എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മുടെ ഷോ സ്റ്റോപ്പറെ കാണണ്ടേ? ഏതാണ്? ഹായ്, വെൽക്കം ടു ദിവ്യാസ് വ്ലോഗ്. ഹായ്, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം കൂടി വരുമ്പോഴേ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് വരത്തുള്ളൂ. ഇപ്പോൾ ഇതാണ് ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല നൈസായിട്ടുണ്ട്. അപ്പോൾ അതേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫെമി ആൻ്റണിയുടെ ടീമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാൾ കൂടിയാണ് കേട്ടോ ഞാൻ എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരുന്ന് കൊടുക്കുന്നത്. വല്ലാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ ഞാൻ എല്ലാവരെയും മേക്കപ്പ് ചെയ്യാനായിട്ട് ഓടി നടക്കാറാണ് പതിവ്. അപ്പോൾ അതേ ഷോപ്പിനകത്ത് ഫുൾ തിരക്കാണ് കേട്ടോ. എല്ലാവരും ഒരുങ്ങുന്നതിൻ്റെ തിരക്കൊക്കെയാണ്. കുഞ്ഞു കുട്ടികൾ തൊട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഈ ഒരു റാംവാക്കിനുണ്ട്, മോഡൽസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സൈഡിൽ ഇതേ മേക്കപ്പ് ആണെങ്കിലും മറു സൈഡിൽ ഹെയർ സ്റ്റൈലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബിസിയാണ്, ഫുൾ ബിസി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. മോഡൽസും ഡിസൈനേഴ്സും ഒക്കെ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു റാംവാക്കിന് വേണ്ടി. ഒരുപാട് പേരുടെ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോ. അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പ് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെയർ കൂടെ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഓണത്തിൻ്റെ പ്രതീതിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഓണത്തിൻ്റെ എഫക്റ്റാണ് കേട്ടോ ഇവിടെ മൊത്തം.
ഐലാഷ് വെച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നതാണ്. ഐലാഷ് വെച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ ബ്ലർ ആണ് വിഷൻ, ബട്ട് പഴംപൊരി ക്ലിയർ ആയിട്ട് കാണാം. അതെ. അപ്പോൾ അതേ നമ്മുടെ കൂടെ ഉള്ളത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫെമി ആൻ്റണി ചേച്ചിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പും മീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എൻ്റെ കൂടെയുള്ള ആരാന്നറിയോ? മിസ്സസ് കേരള റണ്ണറപ്പായ ദിവ്യ വാണിശ്ശേരിയാണ്. പിന്നെ എല്ലാവരും പല സ്പെഷ്യാലിറ്റി ഉള്ളവരാണ് നമ്മുടെ കൂടെ ഈ റാമ്പിലുള്ളത്. അപ്പം നമുക്ക് നേരെ ഈ റാമ്പ് വാക്ക് അങ്ങ് കണ്ടാലോ.
എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം ഏകദേശം രാത്രി 8:30 ഇനി ഇതേ പടി അങ്ങ് കിടന്നാ മതി. അത് കുറെ നേരമായിട്ട് കിച്ചാമണി എന്റെ ഹസ്ബൻഡും എല്ലാം വെയിറ്റിംഗ് ആണ്. എല്ലാവരുടെയും ക്ഷമ അങ്ങ് കെട്ട് അല്ലേ? കാണിച്ച് ആ മുഖം കാണിച്ച് പോവാം നമുക്ക്. ഇനിയും പോയില്ലെങ്കില് ഇനി പോലും ശരിയാവില്ല. എന്തൊക്കെ ഊരി വെച്ചാലല്ലേ അന്ന് പോവാം.